ഹായ് ഓൾ, ദിസ് ഈസ് വെണു റിയൽ സ്റ്റോറീസ്. അപ്പോൾ നമ്മളിപ്പോൾ മൈസൂരേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണൂർ ടു മൈസൂരിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഇങ്ങനെയുള്ള യാത്ര ട്രിപ്പുകളെല്ലാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു 6 മണി 5 മണി ആ ടൈമിൽ പോകുമ്പോൾ നല്ലൊരു വ്യൂവും അതേപോലെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് കിട്ടും. നല്ല പീസ്ഫുള്ളായിട്ട് പോയിട്ട് വരാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഒരു 6 മണിക്കാണ്. 6 മണിക്ക് നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മൈസൂർ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കയറിയ ശേഷം ഉള്ള വീഡിയോസാണിത്. അപ്പോൾ ഇതിൽ കൂടുതലും ആനിമൽസിൻ്റെയാണ് വ്യൂസ് കാണാൻ പറ്റുക. രണ്ട് സൈഡിലും ഫോറസ്റ്റാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ സൈഡിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. റോഡുകളെല്ലാം ചിലയിടത്ത് ഭയങ്കര മോശമാണ്. കാരണം വെച്ചാൽ മുകളിൽ നിന്ന് വെള്ളമൊക്കെ കിട്ടി ഒരു ഡാമേജ് ആയിട്ടാണുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ രാവിലെ പുറപ്പെട്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂർഗിലെത്തിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കൂർഗിൽ ഫുഡ് കഴിക്കാൻ ഈ ഹോട്ടലിൽ വന്നിട്ട്. ഒരുപാട് നേരം നമുക്ക് കാത്തിക്കേണ്ടി വന്നു. നമ്മൾ പോയപാട് എൻട്രി ചെയ്യാൻ പേരും കാര്യങ്ങളും കൊടുത്ത് ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം ഫുഡൊക്കെ ഓക്കെ ആയെന്ന് എന്നൊരു രീതി മനസ്സിലായി. പിന്നെ നമ്മളിവിടെ സിറ്റിംഗ് കിട്ടി, നല്ലൊരു സിറ്റിംഗ് കിട്ടി. അവിടെ ഇരുന്ന് നമ്മുടെ മെയിൻ ഫുഡാണ് പൊറോട്ട ചിക്കൻ. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടും കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമുക്ക് പാഴ്സലും കൂടി ഉച്ചയ്ക്ക് വാങ്ങി. കാരണം വെച്ചാൽ നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയുള്ളതാണ്, ഫുഡ് ഉണ്ടാകുമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളൊരു മുൻകരുതൽ എന്ന രീതിയിൽ വാങ്ങി. അപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ ഒരു കുറച്ച് ഫുഡ്സ് വാങ്ങി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഹോട്ടലിന് പുറത്തുള്ള കാഴ്ചകളാണ്. ഒരുപാട് നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വയലറ്റ് ഫ്ലവർ, അതേപോലെ അതിനോട് ചേർന്ന് കുറച്ച് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് കയറി കണ്ടു. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഷർട്ടും ഡ്രസ്സും അതേപോലെ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മൈസൂർ പാലസിലേക്കാണ്. അപ്പോൾ മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടാട്ടോ.